സർക്കാർ ധാരാളം ക്ഷേമ പദ്ധതികൾക്ക് രൂപം നൽകുന്നുണ്ടെങ്കിലും അവയൊക്കെ അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കഴിഞ്ഞ LDF സർക്കാർ അഭിമാന പദ്ധതികളായി ഉയർത്തിക്കാട്ടിയ ക്ഷേമ പദ്ധതികളിൽ ഇടം പിടിക്കാതെ പോയ ചില കുടുംബങ്ങളുണ്ട്. അതിലൊന്നാണ് തിരുവനന്തപുരം മടവൂരിലെ ഒരു ദളിത് കുടുംബം. കാണാം. തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ക്ഷേമം ആർക്ക്? അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് ഊറ്റം കൊള്ളുന്നവരാണ് നമ്മൾ. അതിദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡം എന്ത് എന്നതിൽ ഇപ്പോഴും തർക്കവിതർക്കങ്ങൾ തുടരുകയാണ്. എന്നാൽ ആ മാനദണ്ഡങ്ങളിലൊന്നിൽ തകർന്നു വീഴാറായ വീട്ടിൽ വസിക്കുന്നവർ എന്നുണ്ടെങ്കിൽ തീർച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇവിടെ സാധ്യമായിട്ടില്ല എന്ന് പറയുകയാണ് തിരുവനന്തപുരം മടവൂരിൽ അപകടാവസ്ഥയിലായ വീട്ടിൽ കഴിയുന്ന ഒരു 4 അംഗ ദളിത് കുടുംബം. ഈ കണ്ടതാണ് തിരുവനന്തപുരം മടവൂരിൽ ഏതു സമയത്തും തകർന്നു വീഴാവുന്ന വീട്ടിൽ ഭയന്ന് കഴിയുന്ന കുടുംബം. മടവൂർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡായ കക്കോടാണ് അപകട ഭീഷണി നേരിടുന്ന വീട്ടിൽ കാലങ്ങളായി ഇവർ കഴിയുന്നത്. കക്കോട് സ്വദേശികളായ N മിനിയും ഭർത്താവ് S വിനോദും 2 മക്കളും അടങ്ങുന്ന കുടുംബം അധികൃതരുടെ ശ്രദ്ധയിൽ നിന്ന് അകന്നു പോയിട്ട് കാലങ്ങൾ പിന്നിടുകയാണ്. എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും കടങ്ങുന്നൊരു കൊച്ചു കുടുംബമാണ് എൻ്റെത്. ഈ സമയവും ഇത് നിലം പൊത്ത. ഞാൻ ഈ മഴ പെയ്ത പേടിച്ചാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഞാൻ പലതവണയും പല ബ്ലോക്കിലും പഞ്ചായത്തിലും അത്ര ഞാൻ അപേക്ഷ നൽകി. എനിക്ക് ഒരു ഇതും ഉണ്ടായിട്ടില്ല. ഇത് ഇനിയെങ്കിലും എനിക്കൊരു വീട് ഒപ്പിച്ച് തരണം. ഈ അധികാരികളെ എനിക്ക് കാണണം. ഞാൻ അത്ര സങ്കടപ്പെട്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഞാനും എൻ്റെ മക്കളും ഭർത്താവും ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരും. കഴിഞ്ഞ LDF സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടിയ ലൈഫ് ഭവന പദ്ധതിയിൽ വീടിനായി ഇവർ അപേക്ഷിച്ചത് 2 തവണ. എന്നാൽ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവർക്ക് വീടിന് അർഹതയില്ലെന്ന് പറഞ്ഞ് അപേക്ഷ തള്ളുകയായിരുന്നു. ഞാൻ 2021 പുതിയ ഭരണസമിതി ചുമതലയേറ്റ സമയത്ത് വാർഡ് മെമ്പറായി വന്നപ്പോൾ ഈ ഫീൽഡിൽ വീട് വന്ന് സന്ദർശിച്ച സമയത്ത് ഈ വീടിൻ്റെ അവസ്ഥ കണ്ടിട്ട് പഞ്ചായത്തിൽ ചോദിച്ചപ്പോഴത്തേക്കും ഈ ലൈഫിൻ്റെ ലിസ്റ്റിൽ പേര് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് പരിശോധിച്ചപ്പോഴത്തേക്കും ലൈഫിൻ്റെ ലിസ്റ്റിൽ പേരില്ല. അപ്പോൾ എന്തുകൊണ്ടത് ഇല്ലയെന്ന് നോക്കിയപ്പോൾ അത് വീടിൻ്റെ ഭിത്തിയുണ്ട് എന്നതിൻ്റെ പേരിൽ നിരസിക്കുകയാണ് ചെയ്തത് ആ അപേക്ഷ. അപ്പോൾ വീണ്ടും 2022 പുനഃപരിശോധനയുടെ ഭാഗമായിട്ട് വീണ്ടും നമ്മൾ അപേക്ഷ സമർപ്പിച്ചു. ബ്ലോക്കിലേക്കും കൂടെ അപ്പീൽ കൊടുത്തു. പക്ഷേ അവിടെയും ഇത് ഭിത്തിയുണ്ട് എന്നുള്ള പേരിൽ ഈ അപേക്ഷ അവരുടെ അത് നിരസിക്കുകയാണ് ചെയ്തത്. പിന്നാലെ വീട് കൂടുതൽ അപകടാവസ്ഥയിലായതോടെ 4 മാസം മുൻപ് കുടുംബം മടവൂർ വില്ലേജ് ഓഫീസിൽ പരാതി നൽകി. റവന്യൂ അധികൃതരെത്തി വീട് പരിശോധിച്ച് താലൂക്ക് ഓഫീസിലേക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും അവിടെന്നും സഹായമൊന്നും ലഭിച്ചില്ല. എന്നാൽ നിലവിൽ ഓടുമേന മേൽക്കൂരയുടെ പകുതിയോളം നിലം പൊത്തിയ നിലയിലാണ്. ശേഷിക്കുന്ന ഭാഗം ഏത് സമയത്തും നിലം പതിക്കുമെന്ന അവസ്ഥയിൽ കഴിയുന്ന ഈ കുടുംബം മഴ കനത്തതിനെ തുടർന്ന് രാത്രി മുതൽ പുലരും വരെ ഉറങ്ങാതെ ഭയന്നാണ് കഴിയുന്നത്. വാർഡ് മെമ്പർ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാനും ബ്ലോക്ക് മെമ്പറും വാർഡ് മെമ്പറും കൂടി ഈ വീട് വന്ന് നോക്കുകയും ഏത് നിമിഷവും നിലംപൊത്താറായ സാഹചര്യത്തിൽ കണ്ടതിനാൽ എത്രയും പെട്ടെന്ന് അവർക്കൊരു വീട് വെക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ പഞ്ചായത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ലൈഫ് മിഷൻ പദ്ധതിയിൽ അപേക്ഷ കൊടുത്തതാണ്. ആ അപേക്ഷ നിരസിക്കുകയാണ് ഉണ്ടായത്. ഞാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് വീട് കിട്ടാത്തതെന്ന് പരിശോധിച്ചപ്പോൾ ആ അപേക്ഷ നിരസിച്ചത് എന്തുകൊണ്ടാണെന്ന് ഞാൻ എന്തായാലും അത് പരിശോധിക്കും. അടിയന്തരമായി ഇവർക്ക് ഏത് സാഹചര്യത്തിലും ഒരു വീട് അത്യാവശ്യമുള്ളതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പരിശോധിക്കും. 40 വർഷം മുമ്പ് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച ഒരു വീട് അത് അപകടാവസ്ഥയിലായതിനു ശേഷവും സാമ്പത്തികമായ പിന്നാക്കാവസ്ഥ കാരണം ഒരു ദളിത് കുടുംബത്തിന് അതിനുള്ളിൽ കഴിയേണ്ടി വരുന്നു. കൃത്യസമയത്ത് സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാതിരുന്നിട്ട് അപകടങ്ങൾ ഉണ്ടായ ശേഷം ചർച്ച ചെയ്തിട്ടും പരിതപിച്ചിട്ടും അർത്ഥമില്ല. അജ്മൽ ദിറാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.